ഹലോ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ അഭിഷേക് ഏട്ടൻ്റെ ടാലൻറ്റ് ഷോയുടെ ഒരു വീഡിയോ നമ്മൾ മൊത്തം കാണിച്ചിട്ടില്ലായിരുന്നു ആനിവേഴ്സറിയുടെ അന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അതാണ് ഇന്ന് മെയിനായിട്ട് നമ്മുടെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആരും ഇത് അനുകരിക്കാൻ നോക്കരുത്, പ്രത്യേകിച്ച് കുട്ടികൾ. അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. അപ്പോൾ അത്രയും ടൈമിങ്ങും അത്രയും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത് കാണുന്ന ഒരു കുട്ടികളും ഒരിക്കലും ഇത് അനുകരിക്കാൻ നോക്കരുത്. അനുകരിച്ചാൽ അത് നമ്മുടെ ബോഡിയെ തന്നെ വളരെ വിപരീതമായിട്ട് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കും. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ, നല്ല മാനേജ്മെന്റ് സ്കൂള്, നിങ്ങളെല്ലാം കാണാനായിട്ടും ഒക്കെ ഞാൻ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന മലയോര സ്ഥലത്ത് നിന്നാണ് അവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം നല്ലൊരു വൈബാണ്, നല്ലൊരു ക്യാമ്പസ്, അതുപോലെ തന്നെ നല്ല അറേഞ്ച്മെന്റ് കാര്യങ്ങൾ ഒക്കെ ഉള്ളൊരു സ്കൂളാണ്. ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ എല്ലാവരെയും, പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ഇങ്ങോട്ട് എൻ്റെ ഈ അടുത്ത് ഇവിടെ നമ്മുടെ ഹാളിലേക്ക് കയറി നിൽക്കണമെന്ന് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യണം എൻ്റെ ഈ പ്രോഗ്രാമിലേക്ക്. നല്ലൊരു കൈയ്യടി തന്നെ, നമ്മുടെ സ്കൂളിന്റെ നല്ലൊരു കൈയ്യടി. ഞാൻ ആദ്യം തന്നെ ഓർപ്പിക്കുകയാണ്, എന്നെ കാണുന്ന ആൾക്കാർ ആരും എന്റെ പരിപാടി അനുകരിക്കാനായിട്ട് നോക്കരുത്. നമുക്ക് ദൈവം തന്ന ശരീരം കാത്തു സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുകയാണ് നിങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏത് കാലം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു സന്ദേശം യുവജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ വെറും ഒരു തല്ലിപ്പൊട്ടിയിലായിട്ടല്ല നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. അപ്പം ടൈമിംഗ് ഉണ്ടാവണം, ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ടാവണം, കോൺസെൻട്രേഷൻ പവർ ഉണ്ടാവണം, ബോഡി കപ്പാസിറ്റി ഉണ്ടാവണം, മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സാഹസികമായിട്ടുള്ള പരിപാടികൾക്ക് മുതിരാവും എന്നുള്ള കാര്യം കുഞ്ഞു കുട്ടികളിലേക്ക് ഞാൻ ഓർപ്പിക്കുകയാണ്. മുതിർന്നവരാണേലും അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. എനിക്ക് നമുക്കൊരു വേൾഡ് റെക്കോർഡ് ഐറ്റം, അതായത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം, ലോകത്ത് ആദ്യമായിട്ടൊരു ആള് ഫാന് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റുന്നുണ്ടല്ലോ, അത് ഞാൻ മാത്രമാണ്. കാരണം ഇതൊരു മെറ്റൽ ലീഫാണ്, അതിനിടയ്ക്ക് കൈ കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് താളം പിടിക്കാനായിട്ട് വളരെ പാടാണ്. കുറെ നാളത്തെ ട്രെയിനിങ്ങുകൾ കൊണ്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു ഐറ്റം നമുക്ക് വേൾഡിൽ ആദ്യമായിട്ട് ഒരാൾ ഫാൻ മ്യൂസിക് ആക്കുന്ന ഒരു ഐറ്റം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനായിട്ട് പോകണം. നല്ല ഒരു കൈയ്യടി.
കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടാണ്. അമേരിക്കക്കാരന്റെ പേരായിരുന്ന റെക്കോർഡ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഐറ്റമാണ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മുടെ എന്നെ കാണുന്ന ആൾക്കാർ ആരും അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ അമേരിക്കക്കാരന്റെ പേരിൽ റെക്കോർഡ്, അതായത് സാധാ ഫാനാണ് അദ്ദേഹം, ഇതിലും പവർ കുറഞ്ഞൊരു ഫാനാണ് അദ്ദേഹം. കണ്ണുകൊണ്ടാണ് നാവുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തത്. ആ റെക്കോർഡ് ഞാൻ കണ്ണ് മൂടിക്കെട്ടി നാവുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത റെക്കോർഡ് ഞാൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ ഒരു പാർട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് പോകണം. നമുക്ക് ടൈമിങ്ങും കോൺസെൻട്രേഷൻ പവറും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് നിങ്ങളുടെ മുമ്പിൽ. ശകലം ചേഞ്ചസ്, അതായത് നമുക്ക് മെന്റലി നമ്മൾ പ്രിപ്പയർ അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു അറ്റൻഡ് നടത്താനായിട്ട് പറ്റില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടാണ്. അതുകൊണ്ട് കുട്ടികൾ ആരും അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഒരാൾ കയറി വരാം, എന്റെ കണ്ണൊന്ന് കെട്ടാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും മുതിർന്ന ആൾക്കാർ ആരെങ്കിലും ഒന്ന് കടന്നു. ഈ സമയത്ത് എൻ്റെ അടുത്തിരുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് ചെന്ന് കണ്ണ് മൂടിക്കെട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് ചേട്ടനെ പറഞ്ഞു വിട്ടു. പുള്ളിയാണ് അഭിഷേകേട്ടൻ്റെ കണ്ണ് മൂടിക്കെട്ടിയത്. അനുഭവം കേട്ടോ, നല്ലൊരു കഴിയും. നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് കുറച്ച് ബ്രേക്കിങ്ങുകളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ മുഹമ്മദ് ഗുർമാനി എന്ന് പറയുന്ന ജർമ്മൻ സ്വദേശിയുടെ പേരിൽ റെക്കോർഡ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലെ കയ്യിലെ ഹാമർ എന്നീ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ജർമ്മൻ സ്വദേശിയാണ്. നിങ്ങൾക്കറിയാം, ജർമ്മനി തെങ്ങും തേങ്ങയും ഇല്ലാത്ത സ്ഥലമാണ്. അയാൾ റെഡ് വെൽറ്റിയറിനാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു, കാരണം നമ്മുടെ കേരളങ്ങളുടെ നാട്ടിൽ ആ റെക്കോർഡ് കൊണ്ടു. അദ്ദേഹം ഒരു മിനിറ്റിൽ 60 കോക്കനട്ടാണ് ബ്രേക്ക് ചെയ്തത്. പിന്നെ അതിനകത്ത് 47 സെക്കൻഡിൽ 146 നാളികേരം കൈകൊണ്ട് ബ്രേക്ക് ചെയ്ത് ഇന്ന് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോ അതാണ്. ആ ഐറ്റം നിങ്ങളുടെ മുമ്പിൽ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നല്ല ഒരു കയ്യടിയും സപ്പോർട്ടും ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജർമ്മൻ സ്വദേശിയുടെ പേര് ചെയ്യുന്ന കോക്കനട്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കാരണം നമ്മൾ വെറും കൈ കൊണ്ട് ബ്രേക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഇന്ന് കയ്യിൽ ഒരു മുട്ട പിടിച്ചിട്ട് കോക്കനട്ട് ബ്രേക്ക് ചെയ്യും. ഇന്ന് വേൾഡിൽ ആരും ചെയ്യാത്തൊരു ബ്രേക്കിംഗ് ആണ്. കയ്യിൽ മുട്ട പിടിച്ചിട്ട് ആ മുട്ട പൊട്ടാതെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പാടുപിടിച്ച ഒരു കാര്യമാണ്. ബ്രേക്കിംഗ് ചെയ്യുന്നവർക്കോ മാർഷൽ ആർട്സ് അറിയാവുന്നവർക്കോ അതറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ക്രാക്കായി പോകാൻ മാത്രമുള്ള മുട്ടയുടെ തോട് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഗിന്നസ് റെക്കോർഡ് ചെയ്യാനായിട്ട് വന്ന് കിടക്കുന്ന ഒരു ഐറ്റമാണ്. അതിന്റെ ഒരു പാർട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് പോവാണ്. അപ്പൊ വേൾഡിൽ ആരും ചെയ്യാത്തൊരു ലൈവ് ഐറ്റം നിങ്ങളുടെ മുമ്പിൽ ചെയ്ത് കാണിക്കാനായിട്ട് പോകും. നിങ്ങളൊരു മാജിക് കാണുന്നതൊന്നും ഒരിക്കലും കാണരുത്. അപകടം നിറഞ്ഞ പരിപാടിയാണ് ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗത്തൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുള്ള ഐറ്റമാണ്. ട്രെയിനിങ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ പോലും ചെറിയ പാളിച്ച വന്നു കഴിഞ്ഞാൽ അപകടം നിറഞ്ഞൊരു പരിപാടി. നിങ്ങൾ സിനിമയിൽ പോയി മിന്നൽ മുരളിയുടെ ഷോ കാണുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കാണുന്ന ഒരു ഫീലിലൂടെ കാണില്ല. നല്ലൊരു സപ്പോർട്ടും കയ്യടിയും ഉണ്ടാവണം എന്നുള്ള ഓർപ്പിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന മുട്ട ആർട്ടിഫിഷ്യൽ ആണോ അതോ ഒറിജിനൽ മുട്ടയാണോ എന്ന് ചെക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിയൻസിന്റെ മുമ്പിലേക്ക് ചേട്ടൻ ഇറങ്ങി വന്നത്.
ചേട്ടൻ പൊട്ടിച്ച തേങ്ങയുടെ ഭാഗം അത് തേങ്ങ തന്നെ ആണെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഓഡിയൻസിനെ കാണിച്ചിട്ട് ഓഡിയൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു കയറുകയാണ് ചേട്ടൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞ നിരവധി ബ്രേക്കിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊരു ഐറ്റമാണ് ISI മാർക്കുള്ള കട്ടയാണ്. നമുക്ക് മുകളിൽ പണിയാൻ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് സൈഡിൽ നോക്കിയതായിട്ട് കാണാം. കാരണം ഇത് വഡ്ജ് ചെയ്യുന്നൊരു കട്ടയാണ്. കാരണം ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഡും ബ്രീത്തിങ് കപ്പാസിറ്റിയും സ്പീഡും ഏതെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഐറ്റമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമുക്ക് മറ്റെന്ത് ടാലന്റ് ഉണ്ടെങ്കിലും അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ഉപകാരമുള്ളതായി മാറണമെങ്കിൽ നമ്മുടെ ശരീരം സംരക്ഷിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഞാൻ ഇതുവഴി നിങ്ങളുടെ മുമ്പിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഹെൽമെറ്റ് നശിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്നും അപ്പോൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യരുതെന്നുള്ള അവയർനെസ് ക്ലാസ് എല്ലാം എടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഈ ആക്ടിവിറ്റി ചെയ്തത്. അതുമാത്രമല്ല ISI മുദ്രയുള്ള ഹെൽമെറ്റ് ആയിരുന്നു. അത് ചെയർമാനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ആക്ടിവിറ്റി ചെയ്തത്. അപ്പോൾ അടുത്തതായി അദ്ദേഹം ചെയ്യുന്നത് കൈകൊണ്ട് കൈയുടെ മുട്ടുകൊണ്ട് കാലിൻ്റെ മുട്ടുകൊണ്ട് അപ്പോൾ ഇടിച്ചു പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റാണോ, ഇത് ആർട്ടിഫിഷ്യൽ അല്ല, ഇത് ഒറിജിനൽ കരിക്കാണോ എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കരിക്ക് എടുത്തുകൊണ്ട് വന്ന് ഓഡിയൻസിനെ കാണിക്കുകയാണ്. Principal man and chairman to do the honoring.
Ha!